കോട്ടയം അയർകുന്നത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ഭാര്യയെ കൊന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടു പരിസരത്ത് കുഴിച്ചിട്ടു. പശ്ചിമബംഗാൾ സ്വദേശിനി അൽപ്പനയെയാണ് ഭർത്താവ് സോണി കൊലപ്പെടുത്തിയത്. മൃതദേഹം അല്പം മുമ്പ് പുറത്തെടുത്തു. ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസിന്റെ വിശദീകരണം. അൽപ്പനയുമായി വെളുപ്പിന് 7 മണിക്ക് ഇവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അൽപ്പനയെ തലപിടിച്ച് കൽച്ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ ഇരുന്നൊരു പാരയെടുത്ത് പുറം തലയിൽ അടിക്കുകയും ചെയ്തു. പിന്നെ ശ്വാസമുണ്ടോ എന്നൊക്കെ നോക്കി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പുറകുഭാഗത്തുള്ള ഇളക്കമുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി ബോഡി മറവ് ചെയ്തു. പെൺകുട്ടിക്ക് മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിൽ ആ കുട്ടി അത് വീണ്ടും അയാളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലുള്ള വിരോധ കാരണം കൊണ്ടാണ് ഈ ബ്രൂട്ടൽ മർഡർ ചെയ്തിട്ടുള്ളത്. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വർക്ക് പ്ലേസിൽ അയാളും അയാളുടെ വൈഫും ഇവിടെ ഈ മണ്ണിൻ്റെ വർക്ക് ചെയ്യുന്നു. വർക്ക് പ്ലേസിൽ കൊണ്ടുവരികയും ഈ കാര്യം പറഞ്ഞ് അവളെ പ്രകോപിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയും അതിൻ്റെ ഇടയിൽ ഈ ഭാര്യയെ ആ മതിലിൽ തലയിടിച്ച് താഴെ തള്ളിയിടുകയും അബോധാവസ്ഥയിലായ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും മരണം സ്ഥിരീകരിച്ച ശേഷമാണ് അവിടെ ഇരുന്നൊരു പാര കൊണ്ട് തലയ്ക്കടിച്ച് മുറിവേൽപ്പിച്ചുവെന്നും ഇളക്കമുള്ള മണ്ണാണ്, ഇവിടെ കോരിത്തട്ടിയ മണ്ണാണ്, അതും വളരെ ഭദ്രമാക്കി ചെയ്യാൻ സാധിച്ചു. ശ്യാം പ്രസാദ് വിവരങ്ങളുമായിട്ട്. ശ്യാം, എങ്ങനെയാണ് ഇയാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിലേക്ക് അന്വേഷണം എത്തിയത്? രതീഷ്, അതായത് ഈ 14-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. 14-ാം തീയതി കൊലപാതകം നടന്ന ശേഷം 3 ദിവസം കഴിഞ്ഞ് 17-നാണ് ഈ സോണി എന്ന് പറയുന്ന ഈ അൽപ്പനയുടെ ഭർത്താവ് ഈ പരാതി കൊടുക്കുന്നത്. അത് തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു. അതായത് 3 ദിവസത്തിന് ശേഷം ഇയാൾ പരാതി കൊടുക്കുന്നു. അയാൾ പരാതി കൊടുത്ത ശേഷം പറയുന്ന കാര്യം ഈ ഭാര്യയ്ക്ക് മറ്റൊരു ആൺസുഹൃത്തുമായിട്ട് ബന്ധമുണ്ട്, ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും ചെയ്ത് കാണുമെന്നായിരുന്നു. അങ്ങനെ ഈ 2 പേരെയും ഇവർ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് പിന്നീട് പോലീസ് ഇയാൾ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നത്. കാരണം ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് ഇയാൾ ഈ അയർക്കുന്നത്തുണ്ടോ എന്ന് പറയുന്നു. പിന്നീട് ഫോൺ എടുക്കാതാകുന്നു. എന്നാൽ ആ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ എറണാകുളത്താണ് എന്ന് മനസ്സിലായി. എറണാകുളത്തിന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും ചോദ്യം ചെയ്യപ്പോൾ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ കാണുന്ന വീട് ഇത് ഒരു പുതിയ വീടാണ്. ഏകദേശം അതിൻ്റെ 95% പണി പൂർത്തീകരിച്ച് ഈ നവംബർ 29-ന് പാലുകാച്ച് നടക്കേണ്ട സമയമാണ്. ആ വീട്ടിലാണ് പണിക്ക് വന്ന് ഇയാൾ ഈ കൃത്യം നടത്തിയത് എന്നതാണ്. ഈ വീട്ടുടമ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡെന്നി എന്നാണ് പേര്. അദ്ദേഹം, ചേട്ടാ, ഈ വീട്ട് അടുത്ത മാസം പാല് കാച്ചല്ലേ? അടുത്ത മാസം 29-ന് പാല് കാച്ചാൻ നിശ്ചയിച്ച ദിവസമാണ്. 29-നാണ്. അതിൻ്റെ മുറ്റത്തിൻ്റെ പണിയോട് അനുബന്ധിച്ച് ഇവനെ മൈക്കാട് പണിക്ക് ഇവിടെ കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടുകാരൻ ഒരാൾ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ അയാൾക്ക് വേലയത്തെപ്പറ്റി അത്ര അറിവില്ല. ഇവൻ കഴിഞ്ഞ ഒരാഴ്ച, അതായത് ഈ 14-ാം തീയതി കൃത്യം നടക്കുന്നതിൻ്റെ തലയാഴ്ച ഫുള്ളായിട്ട് ഇവിടെ പണിക്കുണ്ടായിരുന്നു. ആ തൊട്ടടുത്ത് 14-ാം തീയതിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച ഇവനും വൈഫും ഇവിടെ പണിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച ഇവൻ പണിക്കുണ്ടായിരുന്നു. ഞായറാഴ്ച പണിയില്ലായിരുന്നു. തിങ്കളാഴ്ച പണിയില്ലെന്ന് പറഞ്ഞവനെ പറഞ്ഞു വിട്ടു. തിങ്കളാഴ്ച പണിയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകിട്ട് ഇവൻ എന്നെ വിളിക്കുന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ബുധനാഴ്ച പണിക്ക് വന്നേച്ചാൽ എന്ന് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ ഞാനൊന്ന് 8:30 ഈ പണി സൈറ്റ് വരും. രാവിലെ 8:30 വന്നപ്പോൾ ഇവിടെ മേസ്ത്രി പണിക്ക് വരുന്നവർ എന്നോട് പറഞ്ഞു മുറ്റത്ത് നമുക്ക് ചിപ്സ് ഇടണമെങ്കിൽ അത് ഇടിച്ചുറപ്പിക്കണം, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 9 മണിയായപ്പോൾ ഇവനെ വിളിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ, അതായത് 14-ാം തീയതി 9 മണിയായി വിളിച്ചു പോകാൻ പറഞ്ഞു ഞാൻ അയർക്കുന്നതുണ്ട്, ഒരാൾ വേണോ 2 ആൾ വേണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരാൾ മതിയെന്ന് പറഞ്ഞ് ഇവൻ ഇടിക്കുന്ന സാധനം ഞാൻ ഇവിടെ കൊണ്ട് വെച്ച് എടുത്തുകൊണ്ട് സാധനമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവൻ സ്പോട്ടിലുണ്ട്, സ്ഥലത്ത് വന്നിവൻ. അപ്പോൾ ഒരു 9:30 കാണും. അങ്ങനെ ആ ചൊവ്വാഴ്ച ഇവനോട് പണിതിട്ടുണ്ട്. ബുധനാഴ്ചയും ഇവനെ മിറ്റത്ത് ചിപ്സ് ഇട്ടത് ഇവനും ഇവൻ്റെ കൂടെ തന്നെ ഒരു ബംഗാളുകാരൻ ഒരാളുടെ കൂടിയാണ് ചിപ്സ് ഇട്ടത്. ഈ കൊലപാതക ദിവസവും പണിതു, അതിന് പിറ്റേ ദിവസം പണിതു. കൊലപാതക ദിവസം അതിൻ്റെ പിറ്റേ ദിവസം പണിതു. കൊലപാതക ദിവസം ഒറ്റയ്ക്കാണ് പണിതത്. പിറ്റേ ദിവസം ഇവനും വേറൊരാളെ കൂടി അവിടെ പണിതത്. പിന്നീട് ഇവനെ കാണാതാകുന്നത് പിറ്റേ ദിവസം പണിക്ക് വരുന്നത് വേറെ 2 ബംഗാളുകാരാണ്. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ഞാൻ ചോദിക്കുന്നു ഇവൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആ പണിക്കുന്നവരെന്ന് പറഞ്ഞു ഇവൻ്റെ ഭാര്യ ആരുടെ പോയി, അതിനുവേണ്ടി ഇവൻ തപ്പി നടക്കുക എന്ന് പറയുന്നു. പക്ഷേ വെള്ളിയാഴ്ച വൈകിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ പോലീസ് വന്നായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ടും പോലീസ് വന്നു. ചേട്ടൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചായിരുന്നു സമയത്ത്? ഞാൻ ഇവിടെ ഈ പോലീസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും
വന്ന ഒരു പോലീസുകാരനും കൂടി പറമ്പ് പരിശോധിച്ചു. പിന്നെ അതുകൂടാതെ ഇന്നലെ വൈകിട്ട് ഞാൻ ഈ പുറകിലൊരു നീലപ്പെടുത വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു ഡ്രമ്മുണ്ട്. എൻ്റെ ഒരു സംശയം, ഇനിയിപ്പം അവരിങ്ങനെ പറഞ്ഞ ഞാനോ ഇവൻ ഇനി കൊന്ന അവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എൻ്റെ ഒരു രീതിക്ക് ആ ഡ്രമ്മിനകത്തെല്ലാം പരിശോധിച്ച് നോക്കി. പക്ഷേ അവിടെ വന്നപ്പോൾ എനിക്ക് മണമൊന്നും വന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് വീണ്ടും ഇവിടെ നോക്കി. പക്ഷേ എനിക്കൊരു ദുർഗന്ധമൊന്നും വന്നില്ല. ഞാൻ ഇതിലൂടെ ചെന്നില്ല, പുറകിലൊരു ചെറിയ കുഴിയുണ്ട്, അവിടെയെല്ലാം പോയി നോക്കി, വീടിൻ്റെ കരോട്ടുള്ള സ്ഥലത്തെല്ലാം പോയി നോക്കി, എനിക്കൊന്നും ദുർഗന്ധമൊന്നും വന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോട്ടയത്തു നിന്ന് അവർ പോലീസ് അധികാരികളെല്ലാം വരികയും ഇവിടെ ഇവനെയും കൊണ്ട് വരികയും ഇവൻ കൃത്യം നടത്തി എന്നുള്ളൊരു രീതിക്ക് അവർ സംസാരിച്ച് പോവുകയും വൈകുന്നേരം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വരുമെന്ന് പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇവനെ എറണാകുളത്ത് നിന്ന് പിടിച്ചില്ലായിരുന്നെങ്കിലും ഇവൻ പോയി പോവുകയും ചെയ്തതിനെ അതാണ് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇവൻ ഇനി ഇതിനെ കൊന്ന് ഇവിടെ വെച്ചിട്ട് ഇവൻ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു ബോഡി പൊങ്ങുകയാണെങ്കിൽ ഞാനിപ്പം അഭിമുഖീകരിക്കുന്നതിൻ്റെ ഇരട്ടി ടെൻഷനും ഇരട്ടി നിയമപ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിക്കുന്നതിനെ. എന്നെ സംബന്ധിച്ചുള്ള വളരെ ദൈവാനുഗ്രഹം തന്നെയാണിത്. കാര്യം ഒരു പുതിയ വീട് പണിയുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാലും ഞാൻ ഉത്തമ ദൈവവിശ്വാസിയാണ്. എൻ്റെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ കരുതുന്നത് ഇവനെ ഇപ്പോൾ പിടിച്ചത്. എന്തായാലും ചേട്ടൻ്റെ 29-ന് വീട് കയറി താമസമുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നത്. പക്ഷേ എങ്കിൽ പോലും ആ കൊലപാതകം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ പോലീസിന് പിടിക്കാനായി. ഒരുപക്ഷെ അയാൾ നാട് വിട്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പുറകെ ഈ ഡെന്നിച്ചേട്ടനും തൂങ്ങേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായേനെ. നിലവിലിപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പൊക്കെ പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു. ആ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഉടൻ തന്നെ മാറ്റും. എന്തായാലും ഈ പ്രതിയിലേക്ക് എത്തുന്നത് ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ എടുക്കാതാവുകയും തുടർന്ന് ഇയാൾ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ എറണാകുളം സൗത്തിൽ നിൽക്കുന്നു. രാത്രി 9:30 ഷാലിമാർ എക്സ്പ്രസ്സിന് കയറിപ്പോകാനുള്ള ശ്രമമായിരുന്നു. ഉടൻ തന്നെ റെയിൽവേ പോലീസുമായിട്ട് പോലീസ് ബന്ധപ്പെടുകയും തുടർന്ന് അയാളെ അവിടെ തടഞ്ഞു വെക്കുകയുമായിരുന്നു. തൊട്ട് രാത്രി തന്നെ പോലീസ് അവിടെ എത്തി അയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നു. അതിനുശേഷം വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഇയാൾ പതറി ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയാണ്. തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു കൽക്കെട്ടുണ്ട്. ആ കൽക്കെട്ടിലാണ്, അതായത് സാധാരണ രീതിയിൽ ഈ ഭാര്യയുമായിട്ട് രാവിലെ പണിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ആ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിക്കുന്നുണ്ട്. ആ ഓട്ടോ പിടിച്ച ശേഷം ആ ഓട്ടോയിൽ കയറ്റി ഈ ജംഗ്ഷനിൽ വന്നിറങ്ങി നടന്നു പോകുന്ന CCTV ദൃശ്യമുണ്ട്. ആ ഓട്ടോക്കാരനും നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞു, പോലീസിന് മുമ്പാകെ പറഞ്ഞു ഇവർ രണ്ടുപേരെയും കയറ്റി വിട്ടു എന്ന്. അതിനുശേഷം ഇവിടെ വന്ന് ഈ മറ്റൊരു യുവാവിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ ആ ഫോൺ കോളുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകുന്നു. ആ തർക്കത്തെ തുടർന്ന് തല കൊണ്ടുവന്ന് ഈ ഇപ്പുറത്ത് കാണുന്ന കൽക്കെട്ടിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തി മൃതദേഹം തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിടുന്നു. ഒരടി താഴ്ചയിൽ ഒരു കുഴിയെടുക്കുന്നു. ആ കുഴിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിടുന്നു. അതിനുശേഷം ആ പൂഴിമണ്ണിട്ട് അവിടെ ഇളക്കി സാധാരണ രീതിയിലാക്കുന്നു. അതിനുശേഷം ഇയാൾ തിരികെ പോകുന്നുണ്ട്. പിന്നീട് 9:30 ഇവിടെ എത്തി തൊഴിലെടുക്കുകയാണ്. അതായത് ഇവിടെ വന്ന് സാധാരണ രീതിയിൽ താനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ സാധാരണ രീതിയിൽ ഇവിടെ വന്ന് പണിയെടുക്കുന്നു. തൊട്ടടുത്ത ദിവസവും ഇയാൾ ഈ വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ഈ ഭാര്യയെ കാണുവാനില്ല എന്ന് മറ്റാളുകളും മറ്റുമൊക്കെ ആയിട്ട് എന്താ പരാതി കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇയാൾ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുന്നു. അതിനുശേഷം പോലീസ് വിശദമായ രീതിയിൽ അന്വേഷിക്കുമ്പോഴാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളും കാര്യങ്ങളും അഴിയുന്നത്. ശരി, കോട്ടയം മയർക്കുന്നത്ത് നിന്നാണ് ശ്യാംപ്രസാദ് തോമൻ ഈ വിവരങ്ങൾ നൽകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഭാര്യയെ വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് കൊന്ന് കുഴിച്ചു മൂടിയത്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അയാളെ പിടികൂടിയിരിക്കുകയാണ്.